നിങ്ങൾ ഹനുമാൻ ചാട്ടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹനുമാൻ ചാട്ടം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഹനുമാൻ ചാട്ടം എന്താന്ന്, ഇത് നമ്മുടെ അഹമ്മദിക്കാരനായിട്ടുള്ള ഉണ്ണിക്കണ്ണന്റെ ചാട്ടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരു ഗോപിക ഓടിക്കിതച്ച് പരിഭ്രമത്തോടെ വിഷമത്തോടെ കൂടെ യശോദാമ്മയുടെ അടുത്തേക്ക് വരാട്ടോ. യശോദേ, കണ്ണൻ എവിടെ എങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് നോക്കുമ്പോൾ ഉണ്ടോ യശോദാമ്മയുടെ പുറകിലെ രണ്ട് കൈ കൊണ്ടും കഴുത്തിന് ഇങ്ങനെ വട്ടം പിടിച്ചിട്ട്, യശോദാമ്മയുടെ കഴുത്തിന് വട്ടം പിടിച്ചിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉണ്ണി. അത് കണ്ടപ്പോൾ ഗോപിയയ്ക്ക് സമാധാനമായിട്ടോ. എൻ്റെ കുറുമ്പ, നീ എന്നെ സങ്കടപ്പെടുത്തി കളഞ്ഞല്ലോ, നീയല്ല ഇവിടെ ഹനുമാൻ ചാടുന്ന പോലെ ചാടുന്നുണ്ടായിരുന്നേ, ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയോ എന്ന് ചോദിച്ചു. എൻ്റെ യശോദാമ്മയുടെ അടുത്ത് പറയാ, ഇവൻ എന്നെ വിഷമിപ്പിച്ചു യശോദേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ഉണ്ണി യശോദാമ്മനൊന്ന് നോക്കിയിട്ട്, ഇല്ല അമ്മ, ഈ ഗോപിക വേദ നുണ പറയാ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ യശോദാമ്മയ്ക്ക് മനസ്സിലായിട്ടോ എന്തോ ഒരു കുറുമ്പ് നമ്മുടെ കണ്ണൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഗോപികയുടെ അടുത്ത് ചോദിക്കുക യശോദാമ്മ, എന്താ ഗോപി ഉണ്ടായേന്ന് ചോദിച്ചു. അങ്ങനെ ഈ ഗോപിക പറയാ, എൻ്റെ യശോദേ, എനിക്കറിയാം ഇവരെന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കാനായിട്ട് എൻ്റെ ഗൃഹത്തിലേക്ക് വരുന്നു. ഞാനാണെങ്കിലോ തൈരുകൂടും വെണ്ണക്കൂടും ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വിചാരിച്ചതുപോലെ ഇവരെല്ലാവരും കൂടെ എത്തിയിട്ട് ചോദിക്കലും പറയലും ഒന്നുമില്ല കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വെണ്ണയും തൈരൊക്കെ എടുത്ത് കഴിച്ചു, അവിടെയൊക്കെ കളഞ്ഞു, കലവും ഉടച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഏകദേശം കലാപരിപാടികളൊക്കെ അവസാനിച്ചു എന്നായപ്പോൾ ഞാൻ ഓടിച്ചെന്നിട്ട് ഇവനെ വട്ടം പിടിച്ച പിടിയാലെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ടേ, എന്നാലല്ലേ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവൻ പറയില്ലേ ഞാൻ പറയുന്നത് കള്ളാണെന്ന്. അങ്ങനെ ഇവനെ ഞാനെടുത്ത് തോളിൽ വെച്ചു. അപ്പൊ പിന്നെ ഇങ്ങോട്ടും ചാടി പോകില്ലല്ലോ. എന്നിട്ട് ഞാൻ ആ കാളിന്തിയുടെ തീരത്തോടെ ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ ഇവൻ എന്നോട് ചോദിക്കുക, അല്ല ഗോപി, നിനക്ക് രാമായണം അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് രാമായണം ഒന്നും അറിയില്ല, നിനക്ക് ഹനുമാനെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് രാമായണം അറിയില്ല, ഹനുമാനെ അറിയില്ല, നീ മിണ്ടാതെ അവിടെ ഇരുന്നു, എന്തായാലും യശോദാമ്മയുടെ അടുത്ത് പോയിട്ട് നിന്നെ ഞാൻ തോളിൽ നിറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കള്ളക്കണ്ണൻ പറയാണ്, നീ എന്നെ തോളിൽ നിറക്കൊന്നും വേണ്ട, നിനക്ക് ഹനുമാൻ ചാടുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കാളിന്തിയുടെ തീരത്തു കൂടിയാണ് നടക്കുന്നതേ. കാളിന്തിയുടെ ചില ഭാഗങ്ങൾ ഇങ്ങനെ വീതി കൂടിയിട്ടും ചില ഭാഗങ്ങൾ വീതി കുറഞ്ഞിട്ടും ഒക്കെ ഒഴുകുക. ആ വീതി കുറഞ്ഞ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇവൻ എന്താ ചെയ്തതെന്ന് അറിയുമോ യശോദേ? എൻ്റെ തോളിൽ നിന്ന് അപ്പുറത്തേക്ക് ഒറ്റ ചാട്ടം. ഇതാണ് ഹനുമാൻ ചാട്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് എന്നെ വിളിക്കുക, ആ ഗോപി ഇനി ഇങ്ങോട്ട് ചാടിക്കോളൂ, നിനക്കും ചാടാൻ പറ്റും ഹനുമാൻ ചാട്ടം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് കടന്നിട്ട് ഇവനെ പിടിയാൽ പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവൻ വഴിക്ക് പോയി. കാരണം ഈ വെണ്ണയും തൈരൊക്കെ ദേഹത്ത് മൊത്തം ഉണ്ടേ, അതിൽ വഴുക്കിയിട്ട് അവൻ ഇപ്പുറത്തേക്ക് ചാടി. ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് എന്നെ ചാടിയ സമയത്ത് കണ്ണനെ കാണാനില്ല എൻ്റെ യശോദേ. ഞാൻ ആകെ പേടിച്ചു പോയി. ആ കാളിന്തിയിലേക്ക് അങ്ങനെ വീണോ ഒഴുക്കിൽ പെട്ടോന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ പേടിച്ച് സങ്കടപ്പെട്ടിട്ട് ഓടി വന്നതാ. അപ്പോഴുണ്ട് ഈ കുറുമ്പൻ ഇവിടെ നിന്നിട്ട് ചിരിക്കണു നിന്റെ പുറകിൽ നിന്നിട്ട്. അത് കേട്ടപ്പോൾ യശോദാമ്മയ്ക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ യശോദാമ്മനെ ചിരിച്ച് മയക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ കണ്ണൻ. ഇതേപോലെ നമ്മളെയൊക്കെ പരിഭ്രമിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ, ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ.